ഹായ് ഓൾ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുറേ നാളായാലും ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ എള്ള നിവേദ്യത്തിൻ്റെ വീഡിയോ ഞാൻ കുറേ നാൾക്ക് മുന്നേ എടുത്ത് വെച്ചതാണ്. ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ എള്ള നിവേദ്യം എന്ന് പറയുന്നത്. നമ്മളിവിടെ ശനിയാഴ്ചയും ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. അപ്പം ആ സമയം നമുക്ക് കിട്ടുന്നതാണ് ഈ എള്ള നിവേദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് അഡിക്ഷനായ ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീട്ടിലുണ്ടാക്കിയാലോ എന്ന്. ഞാൻ നോക്കിയപ്പോൾ ഓരോ ടീനും കുറച്ച് എള്ളിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എള്ള നിവേദ്യം ഉണ്ടാക്കാം. അങ്ങനെ ഐശ്വര്യമായിട്ട് ആ എള്ളൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ നല്ല രീതിക്ക് അത് ചൂടായി വരുമ്പോഴത്തേക്കും അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് വേറെ പാനിലെടുത്ത് നമ്മൾ ശർക്കരയും കുറച്ച് ചുക്ക് പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് പാനിയാക്കി എടുക്കാം. എന്നിട്ട് അത് നമ്മൾ അരിച്ചെടുക്കുക. അപ്പം എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോളും. പിന്നെ അത് അരിച്ച് പാനിയാക്കിയതിന് ശേഷം നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നെയ്യും ഒക്കെ ചേർത്ത് നന്നായിട്ട് വരട്ടി ഇങ്ങനെ നന്നായിട്ടൊന്ന് വറ്റി നല്ല അടിപൊളി ടെക്സ്ചറായിട്ട് മാറും. അപ്പം ഏറെ നെയ്യ് ഒഴിച്ചാൽ അത്രയും നല്ലത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പലണ്ടി അണ്ടിപ്പരിപ്പും മറ്റേ ഇതിലെ കറുത്ത മുന്തിരിയും ഒക്കെ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് വെച്ചാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഞാൻ ഒന്നും ഇട്ടില്ല, കാരണം എനിക്ക് ഈ ഉണക്കമുന്തിരിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. ഈ നമ്മൾ നെയ്യിലൊക്കെ ഇട്ട് വറുത്ത് കഴിയുമ്പോൾ അത് വേറെ ചേർത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്ചർ. എൻ്റെ മോനെ അടിപൊളി ടേസ്റ്റ്. ഞാൻ ഇത്ര ഉണ്ടാക്കി വെച്ച് അപ്പം തന്നെ തീർന്ന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത.